വലിയ ന്യായീകരിച്ച് ഇവനെ അവളോടെ വന്നിട്ട് വലിയ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ. സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ എന്ത് സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അത്ര വലിയ ന്യായീകരണം അവൻ കൊടുക്കേണ്ട കാര്യമില്ല. അവൻ ഒരു നാറിയാണ്. ഇത്ര ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായത്. ഫസ്റ്റില് ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ. ഹലോ സുഹൃത്തുക്കളെ, 2 ദിവസങ്ങളായിട്ട് റിഫ മാനുൻ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു ഫ്ലാറ്റിൽ ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ റിഫ മാനുവിനെ കാണുകയും ആ പെൺകുട്ടിയുടെ ആ അവസ്ഥയ്ക്ക് കാരണം ആ പെൺകുട്ടിയുടെ ഭർത്താവായിരുന്ന മെഹനാസ് ആണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ കേട്ട വിഷയമാണ്. പിന്നീട് ആ വാർത്തകൾ അങ്ങനെ ഇങ്ങനെ കേൾക്കാറുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ചുള്ള പുതിയൊരു അപ്ഡേഷൻ ഒന്നും കേട്ടിരുന്നില്ല. പിന്നെ ഈ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് എന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്നതല്ലാതെ. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മുടെ കാദർ കരിപ്പൊടിയുടെ ചാനലിൽ ഈ പറയുന്ന ഈ ദമ്പതികളുടെ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തകളും പേരുകളും കേൾക്കാനിടയാകാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെയും ഇന്നൊക്കെയായിട്ട് ഈ പറയുന്ന മെഹനാസിന്റെ 2ാമത് വിവാഹം കഴിച്ചതിനെ തുടർന്നിട്ടുള്ള കുറച്ച് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതും ഇങ്ങനെയാണ്. ഇവൻ 2ാമതൊരു വിവാഹം കഴിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖം മറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും അവതരിക്കുന്നു. ഇവനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ചില വീഡിയോസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കണം ഇന്ന് രാവിലെയും ഈ പെൺകുട്ടി വന്ന കമന്റുകൾക്ക് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണാനിടയായിട്ടായിരുന്നു. അതിലൊരു ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നുണ്ട്. അത് വെക്കാൻ കാരണം എന്താണെന്നുള്ളത് തുടർന്ന് നമുക്ക് കാണാം. കാരണം എന്താ വെച്ചാൽ ഇവൻ ഈ പറയുന്ന റിഫയുടെ മരണത്തിന് മുമ്പേ അല്ലെങ്കിൽ ഈ പറയുന്ന റിഫ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പേ ഈ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അറിയാമെന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവന്റെ തന്നെ ഒരു പഴയൊരു സുഹൃത്തിന്റെ വോയിസ് കൈസിന്റെ ചാനലിൽ കാണാനിടയായത്. അപ്പോൾ ആ വോയിസ് കേൾക്കുന്നതിനേക്കാൾ മുമ്പേ ഈ പെൺകുട്ടി സഫ മെഹനൂൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ 2ാമത്തെ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. തുടർന്ന് ഈ പറയുന്ന കൈസിന്റെ ചാനലിൽ വന്ന വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം തന്നെ സഫ പറയുന്നൊന്ന് കേട്ടു നോക്കാം. അവൾക്കൊന്നൊരു കമന്റ് ആണ്, ഈ പറയുന്ന റിഫ മരണപ്പെടാൻ കാരണം നിങ്ങളാണോ, അതിനു മുമ്പുള്ള ബന്ധമാണോ നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ സഫ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതാണ് ഇപ്പോൾ വെക്കുന്നത്. തുടർന്ന് മെഹനുവിന്റെ കൂട്ടുകാരൻ പറഞ്ഞ ചില വോയിസുകളുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയും ശ്രദ്ധിക്കേണ്ടതുമായ വിഷയമാണ്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. റിലേഷൻഷിപ്പിലായത് പിന്നെ റിലേഷൻഷിപ്പിലായത് കൊണ്ടാണോ റിഫയെ അങ്ങനെ ചെയ്തേ, ഞാൻ റിലേഷൻഷിപ്പിലായത് കൊണ്ടാണോ റിഫേനെ അങ്ങനെ ചെയ്തതെന്നൊക്കെ. റിഫ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്ളോഗേഴ്സ് ഉണ്ടെന്ന് അറിയണത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരുടെ ലൈഫിലില്ല, ഞാൻ ഒരു ഭാഗമല്ല. ഞാൻ അതില്ലാണ്ട് കൂടി ഞാനിപ്പോൾ ഈ അടുത്തൊക്കെയാണ് മേനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടതും അങ്ങനെ അല്ലായതൊക്കെ. എന്നിട്ട് പോലും ആൾക്കാർ പറയുന്നത് ഞാൻ കാരണമാണ്, റിഫ മരിച്ചത് ഞാൻ കാരണമാണോ അങ്ങനെയൊക്കെ. ഈ പെൺകുട്ടി കാരണമാണ് റിഫ മരിച്ചതെന്നും ഞാൻ പറയുന്നില്ല. മെഹനാസിന് ഈ പെൺകുട്ടിയെ റിഫ മരണപ്പെടുന്നതിനേക്കാൾ മുമ്പേ അറിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന മെഹനാസിന്റെ ഫ്രണ്ട് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. കൈസിന്റെ ചാനലിലാണ് കേൾക്കാനിടയായത്. ഈ ഫ്രണ്ടിന്റെ അഭ്യർത്ഥന മൂലം കൈസ് ആ വോയിസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും വെക്കുന്ന വോയിസിൽ ആ വോയിസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതല്ല ആ ഫ്രണ്ടിന്റെ യഥാർത്ഥ സൗണ്ട് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് ആ ഫ്രണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്കും നിങ്ങളുടേതായ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരാൾ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം 2ാമത് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നും കൂടി പറയുക. അതിൽ ഈ മെഹനാസ് ചെയ്ത തെറ്റ് എന്താണ് എന്നും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്ന് ഫ്രണ്ടിന്റെ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. എന്റെ ഫ്രണ്ടായിരുന്നു അറിയാം. അപ്പൊ അങ്ങനത്തെ ഇവൻ ഇപ്പൊ വലിയ ന്യായീകരിച്ച് ഇവൻ അവളോടെ വന്നിട്ട് വലിയ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ. സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ എന്ത് സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അത്ര വലിയ ന്യായീകരണം അവൻ കൊടുക്കേണ്ട കാര്യമില്ല. അവൻ ഒരു നാറിയാണ്. ഇത്ര ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായത്. ഫസ്റ്റില് ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ. അറിയാം എനിക്ക്. ഒക്കെ ഉണ്ടായത്. അവൻ എന്നോട് എല്ലാം പറഞ്ഞത്. എന്റെ ഒരു പക്ഷെ തെളിവുകളൊന്നും എന്നിട്ട് അങ്ങനെയല്ല. ഓനെ ഞാൻ വീഡിയോ കോൾ ആക്കുന്ന 2 ഫോട്ടോ മാത്രം ഞാൻ അയച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും എന്റെ കിട്ടിയിട്ട് അത് ഒരു രാത്രി എത്ര മണിക്കാണ് 11-12 എന്നെ വിളിച്ചത്. അന്നേരം ഈ ഒരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡാക്കാൻ കഴിഞ്ഞിട്ടാ ഞാനിതാക്കി വെച്ചു. മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്. പിന്നെ ഓന് സംസാരിക്കുമ്പോ പറഞ്ഞാൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മറ്റേ നമ്മളെ വാനിഷ് മോഡ് ഇട്ടിട്ട് വർത്താനം പറയുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല ഓനാണ്. ഓനിപ്പോ വലിയ നല്ലവനായിട്ട് ക്യാബിനറ്റ് തന്നെ നിൽക്കുന്നു. പിന്നെ ഓനല്ല പറയുന്നില്ല. ഓൻ എന്തായാലും റിഫാനെ പറ്റി എന്നോട് പറഞ്ഞെന്നറിയാം. ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളെ ഒരു ചെങ്ങായി ഉണ്ടല്ലോ വീഡിയോ ഈ അത് തന്നെ ഓനും പിന്നെ റിഫാന്റെ ഉമ്മ പിന്നെ റിഫാലായിട്ട് ഭയങ്കര വേറെന്തോ ഇല്ലാത്ത റിലേഷനുകളുണ്ട് എന്നോട് പറഞ്ഞു. എനിക്ക് അതിനാണ് ഓന് ഇത്തരപ്പെട്ട് സപ്പോർട്ട് പിടിച്ചിട്ട് നിൽക്കുന്നത്. എന്തെല്ലാം കഥ ഒളിപ്പിച്ചിട്ടുണ്ടെന്നറിയോ. എന്നിട്ട് ഇപ്പൊ നല്ലവനായിട്ട് വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ തെറ്റ് പോലത്തെ കയറി വരുന്നത് പറയുന്നുണ്ടെങ്കിൽ കള്ളന്മാരുടെ കാര്യമില്ലല്ലോ എനിക്കിങ്ങനെ. എന്നിട്ട് ഓൻ തന്നെ എന്നോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ ഇടയിൽ അങ്ങനെ പ്രശ്നം പറ്റിയതാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓനക്ക് എന്തോ ഇഷ്യൂ ആയിട്ട്
പിന്നെ റിഫാന്റെ പേരിൽ എന്തോ ഒരു പ്രശ്നമായി. അങ്ങനെയാണ് ഇതായിട്ട് കൊണ്ട് വെക്കുന്നെന്നുണ്ട് പറഞ്ഞത്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല കഥ എന്താണ്. പിന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റിൽ ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുണ്ടായില്ലേ ആദ്യം. അവള് ഇവിടെ ഉള്ള തന്നെ, എറണാകുളം എന്നുള്ളത്. അവള് കല്യാണം കിട്ടിയ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് 2 ദിവസം മുന്നേ ഇവന്റെ ഫ്രണ്ടായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ട്. അപ്പൊ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവള് ഇപ്പോൾ മാസ്ക് ഇടിച്ച് കാണിച്ചിട്ട് ഇപ്പൊ റിവീൽ ചെയ്യില്ല. അപ്പൊ ഒരു ഇഷ്യൂ പൊട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ആക്കുന്നത്. കാരണം ഒന്നും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. അപ്പൊ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് ഓളെ ഫേസ് റിവീൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. മനസ്സിലായി? ഇപ്പൊ ഇന്ന് റിവീൽ ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി കുറച്ചേരം മുന്നെയാണ് ഓനെ ഒരു വീഡിയോ ഇട്ടത്. ഓളെ ഇതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഓന് ഇവിടെ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ ഇവിടെ ഉണ്ട്, ആ മീറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടല്ലോ. അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി. അതെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ ചെയ്യില്ല, ഞാൻ പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ളൂ ലുലു എടപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. ഓനിയുടെ ഇടയ്ക്ക് വരുന്നത് ഈ പറഞ്ഞ കാണാൻ പറ്റാം. ഞാൻ അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഡിസംബർ മുന്നേ ഒക്ടോബറിലാണ് ഇവനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. മനസ്സിലായ? ഓന്റെ ഫാമിലിയൊക്കെ എല്ലാരും പോക്ക് തന്നെ, അറിയാൻ പറ്റി. എല്ലാരും പോക്ക് തന്നെ, ഒട്ടും നല്ലതല്ല എല്ലാരും പറയുന്ന വർത്താനം കേട്ടെങ്കിൽ. ഓനിക്ക് ശരിക്കും പറഞ്ഞല്ലോ റിഫാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ള വ്യക്തമുണ്ടല്ലോ. ഒരു പെണ്ണെ കാണുമ്പോൾ മറ്റേ ഇതിലുള്ള ചിന്തയൊന്നും വരുന്നില്ല. അറിയോ? അവൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ വർത്താനോ. അന്ന് ഞങ്ങൾ നിർത്തിയതാണ് റിലേഷൻ. പിന്നെ മുണ്ടൊന്നുമില്ല. പിന്നെ മര്യാദക്കാർക്ക് വിളിക്കുമ്പോ ഓക്കെ പിന്നെന്താ അത്രയും പറയുള്ളൂ. ഇക്ക വലിയ സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവന് കുറെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇവന് ഇടയ്ക്കിടയ്ക്ക് എവിടെയെല്ലാം ഇത് സ്റ്റേ ആക്കുന്നുണ്ട്. ഫുള്ള് ഗേൾസിന്റെ അടുത്ത്. എന്തറിയോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് കുറെ കോൾ വരും. ഇപ്പൊ ഇവൻ എന്താ വെച്ചാൽ ഇപ്പൊ പൊട്ടാൻ കഴിക്കും പറഞ്ഞാല് ഇവൻ ഈ വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫിഡൻസ് ഇടും. മനസ്സിലായ? ഞാൻ എത്ര എണ്ണം കേട്ടിട്ടുള്ളത് ഒറ്റയുണ്ട്, ഏതോ ഒരു പെണ്ണ് ഇടയ്ക്ക് വിളിക്കും. നീ ആരാ മെനുള്ളത്, നമുക്ക് റൂം എടുക്കണ്ടേ, സെറ്റ് ആക്കണ്ടേ. എന്നോട് പറയും കണ്ട എന്റെ ഫാൻസാന്ന് അങ്ങനെയാണ് പിന്നെ എന്തിന് മറ്റേ പരിപാടിക്ക്. മനസ്സിലായ? അതിന് എത്ര വേണോ എനിക്ക്, എത്ര വേണോ എന്നിട്ട് പുറമെ എന്നിട്ട് എല്ലാം ഹൈഡാക്കിട്ട് വിളിക്കുന്നത്. ഒരു വേറെ ഉണ്ടായിരുന്നു ആലുവ തന്നെയുള്ള എത്തി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടികളെന്ന് പറഞ്ഞത്. ശരി ഇവളാണോന്ന് എനിക്കറിയില്ല. വേറിട്ട് അവളായിട്ട് ഇതുപോലെ റിലേഷൻ ആയിട്ട് ഇവിടെ എറണാകുളത്തെ എടപ്പള്ളി അല്ല വേറെ എവിടെയോ റൂമിട്ട് സ്റ്റേ ആക്കിയിട്ട് നിന്നിട്ടുണ്ടായി. പിന്നെ ഓളെടുക്കെന്തോ മൈൻഡൊക്കെ മാറി ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞു പോയി. കേസും കൂട്ടല്ല ഇപ്പൊ വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് എപ്പോ റിലേഷൻ തുടങ്ങി എനിക്കറിയില്ല. ഇവളായിട്ട് ഇവിടെ ഇടയ്ക്ക് വെത്തവും പൂക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നോട് പറയുന്നത് എറണാകുളത്തിന്റെ മീറ്റാക്കാം ഇങ്ങനെ വിളിച്ചോളൂ. താങ്കി പോക്കാന്ന് മനസ്സിലായോ? ഇപ്പൊ എന്താ പെണ്ണിന് അറിയില്ല ശരിക്കും പറഞ്ഞ ഇവൻ എന്താ സംഭവം. മനസ്സിലായോ? അങ്ങനത്തെ ഇതില് സുഹൃത്ത് തന്നെ പറയുന്നത് ഇവനൊരു കാട്ടുകോഴിയാണെന്ന് കൊളക്കോഴിയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള പെൺകുട്ടി ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പറയുന്ന റിഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നലെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇവരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നതെന്നും ഈ സുഹൃത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ പെൺകുട്ടി ഇതൊന്നും അറിയാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ ഭാവിയിൽ ഇവർക്ക് നല്ലൊരു ജീവിതമൊന്നും ഉണ്ടാകട്ടെ. റിഫയുടെ അവസ്ഥ അല്ലെങ്കിൽ റിഫയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ. എന്നിരുന്നാൽ പോലും ഇവന്റെ ഈ കേസുകളും ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവനെ സ്വീകരിക്കാൻ കാണിച്ച ആ പെൺകുട്ടിയുടെ മനസ്സ് വലിയൊരു മനസ്സാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ.